ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. അപ്പോൾ എനിക്കറിയുന്ന പോലെ ഞാൻ സാരിയൊക്കെ ഉടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മമ്മ ഉണ്ടല്ലോ സാരി ഉടുക്കാൻ എക്സ്പേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സാരീൻ്റെ മുകളിലത്തെ പ്ലീറ്റ്സ് എല്ലാം എനിക്ക് മമ്മയാണ് കേട്ടോ റെഡിയാക്കി തന്നത്. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും ആയിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്തായാലും നമുക്ക് ഹെയർ റെഡിയാക്കാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ മുടി ഇപ്പോൾ അഴിച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പം നമുക്ക് കുരുവിക്കോട് പോലെയാണ് എൻ്റെ മുടി ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കിനി ഇത് ചീപ്പും കൊണ്ട് റെഡിയാക്കാം കേട്ടോ ഗായ്സ്. അപ്പോൾ ഈ സാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ക്ലോത്താണ്. എന്നാൽ അങ്ങനെയല്ല, ഒട്ടും അനുസരണയില്ലാത്ത ക്ലോത്താണ് നമ്മുടെ ഈ സാരീൻ്റെ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒതുക്കി വെച്ചേക്കാണ്. ഒന്ന് തൊട്ടാൽ നമ്മുടെ സാരി എല്ലാം കൂടെ അഴിഞ്ഞ് നിലത്ത് വീഴും. അതിനു മുമ്പ് എന്തായാലും നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമല്ലോ ഗായ്സ്. അപ്പോൾ സാരി ഉടുക്കുമ്പം ഏറ്റവും പെർഫെക്റ്റ് ആയ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ കോട്ടൺ ആണ് കേട്ടോ. നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നോളൂ നമ്മുടെ കോട്ടൺ ക്ലോത്ത്. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ഹെയർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് ഇന്ന് എൻ്റെ മുടി നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോകാൻ നേരത്തെ എൻ്റെ മുടി ആരാന്നറിയോ ആൾ എൻ്റെ ഗായ്സ് ഒരനുസരണയില്ല. അവിടേക്ക് ഇവിടേക്കൊക്കെ നോക്കിയിരിക്കുന്ന മുടിയായിരിക്കും എൻ്റെ മുടി. അപ്പം നമ്മുടെ കുരുവിക്കോട് ഇപ്പം ഞാൻ കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വാച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാച്ചാണ് ഞാൻ കയ്യിലിടാൻ വേണ്ടി പോകുന്നത്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് വാച്ചാണ് ഗായ്സ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് വാച്ചുകളുണ്ട്, പക്ഷേ എനിക്കിഷ്ടം അനലോഗ് വാച്ചസ് ആണ് കേട്ടോ. നമ്മുടെ സ്മാർട്ട് വാച്ചും എനിക്കിഷ്ടമാണ്, പക്ഷേ കൂടുതൽ ഇഷ്ടം നമ്മുടെ അനലോഗ് വാച്ചസ് ആണ്. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ഈ വാച്ച് കയ്യിലിട്ടിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ 10th പഠിക്കുന്ന സമയത്ത് എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നു നമ്മുടെ സ്ക്വയർ ഷേപ്പിൽ. അത് മിസ്സായിപ്പോയപ്പം ഒരുപാട് വിഷമമായി.